Next question. So you find a graph here. What is the RMS value of current? ഈ ഗ്രാഫിൽ നിന്ന് RMS വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കണം. ഒരു പ്രയാസവും ഇല്ല, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് വേണ്ടത് RMS വാല്യൂ ഓഫ് കറണ്ട് അല്ലേ? IRMS ആണ് വേണ്ടത്. നോക്കൂ, ഇവിടെ സ്ക്വയർ വേണം, പിന്നെ അതുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ മീൻ വേണം, പിന്നെ അതിൻ്റെ എല്ലാം കൂടെ റൂട്ട് എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന കറണ്ടുകൾ നിങ്ങൾ നോക്കണം. ആദ്യം കുറേ നേരം 1 സെക്കൻഡ് വരെ കറണ്ടിൻ്റെ വാല്യൂ 2 ആണ്. അടുത്ത 1 സെക്കൻഡിൽ കറണ്ടിൻ്റെ വാല്യൂ -2 ആണ്. അടുത്ത 1 സെക്കൻഡിൽ കറണ്ടിൻ്റെ വാല്യൂ 2 ആണ്. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂസ് പറയൂ. കറണ്ടിൻ്റെ വാല്യൂസ് പറയൂ. 2 ഉണ്ട്, -2 ഉണ്ട്, വീണ്ടും 2 ഉണ്ട്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്വയർ ആദ്യം എടുക്കുക. സ്ക്വയർ 2 സ്ക്വയർ, അടുത്ത -2 സ്ക്വയർ, അടുത്ത 2 സ്ക്വയർ, എല്ലാം എടുക്കുക. എല്ലാത്തിൻ്റെ സ്ക്വയർ എടുത്തു. എന്നിട്ട് എല്ലാത്തിൻ്റെയും കൂടെ മീൻ എടുക്കുക. മീൻ എടുക്കാമെന്ന് പറഞ്ഞുകൂടെ? 3 കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ മീനായി. എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് എടുത്തു, നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും. ഇപ്പോൾ റൂട്ട് ഓഫ് പറയൂ. 4 + 4 ഡിവൈഡഡ് ബൈ 3. സോ വാട്ട് ക്യാൻ യു ഗെറ്റ്? റൂട്ട് ഓഫ് 12 പറയൂ ഡിവൈഡഡ് ബൈ 3 എത്ര? റൂട്ട് ഓഫ് 4. ആൻസർ എത്ര? 2 എന്നാണ്. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി. ആൻസർ ഈസ് 2 ആംപിയർ. ബുദ്ധിമുട്ടുണ്ടോ? ആൻസർ കിട്ടി 2 ആംപിയർ. നല്ല ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. എൻട്രൻസിന് ഇത് കണ്ടിട്ടുണ്ട്. സോ ലിസൺ ഹിയർ. യു ഹാവ് എ ഗ്രാഫ് ഹിയർ. ഫ്രം ദിസ് ഗ്രാഫ് യു കാൽക്കുലേറ്റ് RMS വാല്യൂ ഓഫ് കറണ്ട്. സോ ലിസൺ. In the first 1 second, the current is 2 ampere. In the next 1 second, the current is -2 ampere. In the next 1 second, current is 2 ampere. So you know the currents 2, -2, 2. So you have to calculate RMS current. So you have to take the square values. You take the square of 2, take the square of -2, take the square of 2. Then you take the mean of these. Okay, divided by 3. Then you take the root of this. So you will get the answer. So what is your answer? It is 2 ampere. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ ദിസ് ഈസ് RMS വാല്യൂ ഓഫ് കറണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് AC ഈസ് E = 300 sin 314t. 314t. So this is a instantaneous EMF. So instantaneous EMF is given. What is a RMS voltage? What is RMS voltage? ERMS or VRMS? എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ച ഫോം ഞാൻ പറയാം. V = VM sin ωt എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. V = VM sin ωt എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. ഇതിനെ വേണമെങ്കിൽ E = EM sin ωt എന്നും ചിന്തിക്കാം. ഇതേതായാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പം രണ്ടും ഒന്നാണ്. അപ്പം നിങ്ങളിവിടെ ഈ ക്വസ്റ്റിനകത്ത് ഇതൊന്ന് കമ്പയർ ചെയ്തേ. ഈ VM-ന് പകരം എന്താണ് കിടക്കുന്നത്? VM-ന് പകരം 300 ആണ് കിടക്കുന്നത്. VM എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം വോൾട്ടേജ് ഓർ പീക്ക് വോൾട്ടേജ്. മാക്സിമം ഓർ പീക്ക് വോൾട്ടേജ് ആണ് ഈ തന്നിരിക്കുന്നത്. മാക്സിമം വോൾട്ടേജ് ഓർ പീക്ക് വോൾട്ടേജിന്റെ വാല്യൂ 300 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? VRMS ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ VRMS കാണും? VRMS = VM/√2 എന്നാണ്. VM/√2 പറയൂ. VM എത്രയാ? 300. സോ 300 ഡിവൈഡഡ് ബൈ √2 എന്നാണ്. ഇപ്പം മേലും താഴെ √2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 300 √2 ഡിവൈഡഡ് ബൈ √2 × √2 എന്നാണ്. അപ്പോൾ ആൻസർ 300 √2 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. സോ ആൻസർ 150 √2 എന്നാണ്. ബുദ്ധിമുട്ടുണ്ടോ? ഇത്രയും വോൾട്ട് എന്നാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഇട്ടാൽ മതി. സോ വാട്ട് ഈസ് RMS വോൾട്ടേജ് ഹിയർ? 150 √2 എന്നാണ്. വാട്ട് ഈസ് RMS വോൾട്ടേജ്? 150 √2. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ? സോ ലിസൺ ഹിയർ. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. E = 300 sin 314t is a instantaneous EMF. Then you calculate RMS voltage. So VRMS you have to calculate. So we have studied the equation V = VM sin ωt, or it can be written in another way as
E equal to Em sin omega t. You just compare. Vm equal to 300. So Vm equal to 300. This Vm is a maximum voltage or peak voltage. Then you have to calculate Vrms. How can you calculate Vrms? Vrms is equal to Vm by root 2. So 300 divided by root 2. Multiply numerator and denominator by root 2. So you can get that answer. ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. At high frequencies, capacitors behave like conductors. Why? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, സിമ്പിൾ കേസ്. നോക്കൂ, ഹൈ ഫ്രീക്വൻസി ആണല്ലേ. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ എന്തായിട്ട് ബിഹേവ് ചെയ്യുമെന്ന്, കണ്ടക്ടറിനെ പോലെ ബിഹേവ് ചെയ്യുമെന്ന്. എന്തുകൊണ്ടെന്നാണ്? കപ്പാസിറ്റർ കൊടുക്കുന്ന തടസ്സം കാണാനുള്ള ഇക്വേഷൻ പറ. കപ്പാസിറ്റർ കൊടുക്കുന്ന തടസ്സം ഇസ് ഈക്വൽ ടു 1/c ഒമേഗ എന്നാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1/c എഴുതി, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν എന്നാണ്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി കേട്ടോ. നമ്മുടെ ക്വസ്റ്റിനകത്ത് ഹൈ ഫ്രീക്വൻസി, ഓക്കെ, വളരെ ഹൈ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് വിളിക്കാം. ഇൻഫിനിറ്റിയോളം പോകുന്ന ഫ്രീക്വൻസി ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ആൻസർ ഓഫ് എക്സി? എക്സിയുടെ ആൻസർ എത്ര വരും? എക്സ് ഈസ് ഈക്വൽ ടു 1. എക്സിയുടെ ആൻസർ 1/c × 2 × π × ഇൻഫിനിറ്റി. 1/∞ എത്ര വരും? 0. അപ്പോൾ എക്സി ടെൻസ് ടു 0. എക്സിയുടെ വാല്യൂ അപ്പോൾ എത്ര വരും? 0 വരും. അപ്പോൾ ഫ്രീക്വൻസി ഇത്രയും ഹൈ ആണെങ്കിൽ തടസ്സത്തിൻ്റെ ആൻസർ 0 വരും. അതായത് കപ്പാസിറ്റർ 0 തടസ്സമേ കൊടുക്കൂ. കപ്പാസിറ്റർ തടസ്സം കൊടുക്കില്ല. കപ്പാസിറ്റർ യാതൊരു തടസ്സവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവനൊരു അടിപൊളി കണ്ടക്ടർ പോലെ ആക്ട് ചെയ്യും. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്ററിന് തടസ്സമില്ല. തടസ്സമില്ലാത്തവൻ എന്തായിട്ട് ആക്ട് ചെയ്യും? അടിപൊളി കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. സോ ഇറ്റ് ക്യാൻ ബിഹേവ് ലൈക്ക് എ കണ്ടക്ടർ. ഒരു പ്രയാസമില്ല. സോ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് കപ്പാസിറ്റേഴ്സ് ബിഹേവ് ലൈക്ക് കണ്ടക്ടേഴ്സ്. വൈ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. At high frequency, first you write the equation for capacitive reactance. Capacitive reactance is equal to 1/c omega. What is omega here? 2πν. At high frequency, this new value will be very high. You take new value as infinity. Okay, that much high. See, then if nu is infinity, the answer of xc tends to 0. So capacitor offers 0 resistance. That is, its resistance is 0. So resistance 0 means it is acting like what? A conductor. So at high frequency, capacitor can behave like a conductor. ഇങ്ങനെയൊക്കെ ചോദിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ. നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ട് പോകും, പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടിട്ട് ഇല്ലാത്ത ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. സോ once again, at high frequencies, capacitors behave like conductors. Why? It is a question. Capacitive reactance is equal to 1/c omega. You put omega as 2πν. Then at high frequency, for example, if frequency tends to 0, the answer of xc tends to 0. When frequency tends to infinity, the xc value tends to 0. That is, at high frequency, the capacitor offers 0 resistance. That is, it can act like a conductor. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അടുത്തതിലേക്ക് കൂടെ. അടുത്തത് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ ലൈൻ കമ്പി, ട്രാൻസ്മിഷൻ ലൈൻ, 4 വയർ ട്രാൻസ്മിഷൻ എന്നാണ് പറയുക. എന്താ പറയുക? 4 വയർ ട്രാൻസ്മിഷൻ. ലൈൻ കമ്പി, 4 കമ്പി പോകുന്നത് നിങ്ങൾ കണ്ടു കാണും. അവിടെ എന്ന് പറയുന്നത് ഇതാ, ഇതൊരു കമ്പി, ഇതൊരു കമ്പി, ഇതൊരു കമ്പി. അപ്പം 3 കമ്പിയുണ്ട്. ഇതിനെ ഫേസ് ലൈൻ എന്നാണ് പറയുന്നത്. ഫേസ്, ഇതും ഫേസ് ലൈനാണ്, ഇതും ഫേസ് ലൈനാണ്. ഫേസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫേസ് ലൈൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ തറയിൽ നിന്നുകൊണ്ട് ആ ലൈനിൽ തൊട്ടാൽ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും, ചത്തുപോകും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ലൈനിൻ്റെ പേരാണ്. അപ്പോൾ ഫേസ് ലൈനിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? നമുക്ക് ബെയർ ഫുട്ടഡായിട്ട് തറയിൽ നിൽക്കുക, ലൈനിൽ പിടിക്കുമ്പോഴത്തേക്ക് ചിരിക്കുകയോ അടുത്ത പെരയിടത്തിലെത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഓർക്കുക, ഇറ്റ് ഈസ് ഫേസ് ലൈൻ. അപ്പോൾ ചെന്ന് പിടിച്ചു നോക്കരുത്. അപ്പോൾ തറയിൽ നിന്നുകൊണ്ട് ഫേസ് ലൈനിൽ ടച്ച് ചെയ്ത് നോക്കിയല്ല ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ടെസ്റ്റർ എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മുടെ വീട്ടിൽ, ഇലക്ട്രീഷ്യൻ നമ്മളൊക്കെ നോക്കുന്നതല്ലേ. ഇപ്പോൾ ഫേസ് ലൈൻ ആണെങ്കിൽ അതിൽ തൊടുമ്പോഴത്തേക്ക് ടെസ്റ്റർ കത്തും, നിങ്ങൾ കണ്ടു കാണും. സോ അപ്പോൾ ഇതാണ് ഫേസ് ലൈൻ. അപ്പോൾ 3 ഫേസ് ലൈൻ ഉണ്ടാവും. ഇനി ഈ 3 ഫേസ് ലൈനിനെയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യും. അപ്പോൾ ഞാൻ അതൊന്ന് കണക്ഷൻ വരയ്ക്കാം. ഓക്കെ, ഇതിന് കണക്ഷൻ കമ്പി എടുക്കുകയാണ് കേട്ടോ. 3 നിന്നും കണക്ഷൻ എടുക്കുകയാണ്.
എന്നിട്ട് മൂന്നിനെ തമ്മിൽ കണക്ട് ചെയ്യാം. കണ്ടോ, മൂന്നിനെ തമ്മിൽ കണക്ട് ചെയ്തു. ഈ കോമൺ പോയിന്റിനെ ഇവിടെ എങ്ങും തൊടാതെ എർത്ത് ചെയ്യുക. അവർ എർത്ത് ചെയ്തിട്ട് ഇതിൽ നിന്ന് നാലാമത്തെ കമ്പി എടുത്തുകൊണ്ട് വരും. ദിസ് ലൈൻ ഈസ് നോൺ ആസ് ന്യൂട്രൽ ലൈൻ. ഇതിൻ്റെ പേരാണ് ന്യൂട്രൽ ലൈൻ. അപ്പം ന്യൂട്രൽ ലൈൻ അറ്റ് സീറോ പൊട്ടൻഷ്യലാണ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിയുക. സോ ന്യൂട്രൽ ലൈൻ ഈസ് അറ്റ് സീറോ പൊട്ടൻഷ്യൽ. ഇനി നിങ്ങൾ നോക്കുക, രണ്ട് ഫേസ് ലൈനുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 400 വോൾട്ട് ആണ്. എത്രയാ? 400 വോൾട്ട്. ഈ രണ്ട് ഫേസ് ആയാലും 400 വോൾട്ട്. ഈ ഫേസും കൂടെ എടുത്താലും 400 വോൾട്ട്. ഇനി ഒരു ഫേസ് ന്യൂട്രലും കൂടെ ആണ് എടുക്കുന്നതെങ്കിൽ 230 വോൾട്ട് കിട്ടും. എത്ര വോൾട്ട് കിട്ടും? 230. ഈ ഫേസും ഈ ന്യൂട്രലും കൂടെ എടുത്താലും 230. ഇനി ഈ ഫേസും ഈ ന്യൂട്രലും കൂടെ എടുത്താലും 230. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക. See, in 4-wire transmission, there will be 3 phase lines and 1 neutral line. Then what is a PD between 2 phase lines? 400 volt. What is a PD between a phase and neutral? 230 volt. illadakkarudhu. See, in 4-wire transmission lines, see, there will be 3 phase lines and 1 neutral line. What is the potential of neutral line? 0. What is the PD between 2 phase lines? 400 volt. What is the PD between a phase and neutral? It will be 230. ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് 4-wire ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.